വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. കെപിസിസി അധ്യക്ഷനായി എം ഹസൻ തുടരും. സംഘടനാ തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുന്നതുവരെ ഹസൻ അധ്യക്ഷസ്ഥാനം വഹിക്കുമെന്ന് കേരളത്തിന്റെ സംഘടനാ ചുമതലയുള്ള എഐസിസി ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക് ദില്ലിയിൽ അറിയിച്ചു. 1.5 മാസം നീണ്ട ചർച്ചകൾക്കൊടുവിലും ഗ്രൂപ്പ് തർക്കം രൂക്ഷമായ സാഹചര്യത്തിലുമാണ് ഹസൻ തന്നെ ചുമതല തുടരാൻ ഹൈക്കമാൻഡ് തീരുമാനിച്ചത്. 1.5 മാസം നീണ്ട മാരത്തോൺ ചർച്ചകൾക്കൊടുവിലും കെപിസിസിക്ക് പുതിയ അധ്യക്ഷനെ കണ്ടെത്താൻ കഴിയാത്തതോടെയാണ് എം ഹസനെ തന്നെ തുടരാൻ ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മാർച്ച് 10 VM സുധീരൻ സ്ഥാനമൊഴിഞ്ഞതിനെ തുടർന്നാണ് മുതിർന്ന ഉപാധ്യക്ഷൻ എന്ന നിലയിൽ എം ഹസനെ കെപിസിസിയുടെ താൽക്കാലിക ചുമതല ഏൽപ്പിച്ചത്. അതിനുശേഷം രാഹുൽ ഗാന്ധി നേരിട്ട് കേരള നേതാക്കളുമായി വിപുലമായ ചർച്ച പുതിയ അധ്യക്ഷനെ കണ്ടെത്താൻ നടത്തി. എന്നാൽ ചർച്ചയാകട്ടെ AI ഗ്രൂപ്പുകളുടെ ചേരിതിരിഞ്ഞുള്ള തർക്കത്തിലേക്ക് വഴിമാറി. കെ മുരളീധരൻ, രമേശ് ചെന്നിത്തല എന്നിവർ വഴി കാലങ്ങളായി കൈവശമുള്ള കെപിസിസി അധ്യക്ഷ സ്ഥാനം കൈവിടാൻ തയ്യാറാകാത്ത I ഗ്രൂപ്പ് പുതിയ അധ്യക്ഷനു വേണ്ടി ദില്ലി കേന്ദ്രീകരിച്ച് കടുത്ത ചരടുവലികൾ തന്നെ നടത്തി. പ്രതിപക്ഷ നേതൃസ്ഥാനം I ഗ്രൂപ്പിനായതിനാൽ അധ്യക്ഷ സ്ഥാനം വേണമെന്ന് A ഗ്രൂപ്പും നിലപാടെടുത്തു. ഇരുപക്ഷവും വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകാത്തതോടെയാണ് ഉമ്മൻചാണ്ടിയുടെ കൂടി സമ്മർദ്ദത്തിന് വഴങ്ങി ഹസനെ തന്നെ തുടർ ചുമതല നൽകാൻ ഹൈക്കമാൻഡ് തീരുമാനിച്ചിരിക്കുന്നത്. കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക് ഇക്കാര്യം ദില്ലിയിൽ പ്രഖ്യാപിച്ചു. ശ്രീ M Hassan will continue to discharge his responsibilities in the KPCC till the organizational elections are completed in Kerala. സംഘടനാ തെരഞ്ഞെടുപ്പ് നാമനിർദ്ദേശം വഴിയായതിനാൽ ഹസൻ തന്നെ തെരഞ്ഞെടുപ്പ് പൂർത്തിയായാലും അധ്യക്ഷ സ്ഥാനത്ത് തുടരാനാണ് സാധ്യത. അവസാനം സംഘടനാ തെരഞ്ഞെടുപ്പ് നടന്ന 92-ൽ കടുത്ത ഗ്രൂപ്പ് പോരാണ് കോൺഗ്രസ് പാർട്ടിയിലുണ്ടായത്. എന്തായാലും അധ്യക്ഷ സ്ഥാനത്തിന് വേണ്ടിയുള്ള പിടിവലിയിൽ A ഗ്രൂപ്പ് തന്നെ വിജയിച്ചിരിക്കുന്നു. സന്തോഷ് സർലിംഗ്, ന്യൂസ് ബ്യൂറോ, ദില്ലി. KM മാണിക്കെതിരായ നിലപാട് മയപ്പെടുത്തി UDFും കോൺഗ്രസും. മാണിക്ക് നേരെ വാതിൽ അടച്ചിട്ടുമില്ല തുറന്നിട്ടുമില്ലെന്ന് രമേശ് ചെന്നിത്തല. മാണിയും മകനും തെറ്റുതിരുത്തിയാൽ സഖ്യത്തെക്കുറിച്ച് ആലോചിക്കാമെന്ന് M ഹസൻ. തദ്ദേശ സ്ഥാപനങ്ങളിൽ പിന്തുണ തുടരാനും UDF യോഗത്തിൽ തീരുമാനം. KM മാണിയുമായി ഇനി കൂട്ടുകെട്ടില്ലെന്ന നിലപാട് KPCCയും UDFും മയപ്പെടുത്തി. മാണിക്ക് നേരെ വാതിൽ അടച്ചിട്ടുമില്ല തുറന്നിട്ടുമില്ലെന്ന് UDF യോഗത്തിന് ശേഷം പ്രതിപക്ഷ നേതാവ്. ഇപ്പോഴിവിടെ വാതിൽ അടയ്ക്കുകയും തുറക്കുകയോ ഒന്നും വിഷയമല്ല. കാരണം ഇപ്പോൾ അങ്ങനെ യാതൊരു രാഷ്ട്രീയ ചർച്ചയുടെയും കാര്യം അത്തരം കാര്യങ്ങളൊന്നും ഇവിടെ ഞങ്ങൾ ചർച്ച ചെയ്തില്ല. കാരണം ഇപ്പോൾ ഒരു തരത്തിലുള്ള തെരഞ്ഞെടുപ്പും ഇല്ല. കേരള കോൺഗ്രസ് അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചിട്ടുമില്ല. തദ്ദേശ സ്ഥാപനങ്ങളിലെ പിന്തുണ തുടരാനും UDFിൽ ധാരണയായി. KPCC രാഷ്ട്രീയകാര്യ സമിതിയും നിലപാടിൽ അയവ് വരുത്തി. ഞങ്ങൾ കേരള കോൺഗ്രസുമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അവരെ വഞ്ചിക്കാനില്ല. KM മാണിക്കെതിരെ കടുത്ത അഭിപ്രായ പ്രകടനങ്ങൾ നടത്തരുതെന്നും UDF യോഗത്തിൽ നിർദ്ദേശമുയർന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കോൺഗ്രസും കേരള കോൺഗ്രസും തമ്മിലുള്ള ബന്ധം ശിഥിലമാകാതെ സൂക്ഷിക്കണമെന്ന് PJ കുര്യൻ. UDFിലെ കക്ഷികളെ ഒരുമയോടെ കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്വം കോൺഗ്രസിനാണെന്നും PJ കുര്യൻ. KM മാണിയെ UDFിലെത്തിക്കാൻ കോൺഗ്രസ് മുൻകൈ എടുക്കണമെന്നും മാണിയെ KPCC നേതൃത്വം തള്ളി പറഞ്ഞിട്ടില്ലെന്നും PJ കുര്യൻ കോട്ടയത്ത് പറഞ്ഞു. UDFിലെ ഒരു കക്ഷികളും വിട്ടുപോകാതെ UDFിനെ ഒരുമിച്ച് നിർത്തേണ്ടത് ഒരു രാഷ്ട്രീയ ആവശ്യം തന്നെയാണ്. അപ്പോൾ ശക്തമായ പ്രതിപക്ഷം വേണ്ടിടത്ത് പ്രതിപക്ഷത്തിൽ തന്നെ ശിഥിലീകരണം ഉണ്ടായാൽ പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനങ്ങൾ തീർച്ചയായും വിഘാതം ഉണ്ടാകും. അതുകൊണ്ട് ഈ കേരള കോൺഗ്രസ് ഐക്യം ശക്തിപ്പെടുത്തുവാൻ രണ്ട് കക്ഷികളും തമ്മിൽ ആലോചിച്ച് ചർച്ച ചെയ്ത് വന്ന വീഴ്ചകൾ തിരുത്തണം. അതിന് കോൺഗ്രസ് മുൻകൈ എടുക്കണമെന്നാണ് എന്റെ. നീറ്റ് പരീക്ഷയ്ക്കെത്തിയ വിദ്യാർത്ഥികളുടെ അടിവസ്ത്രം ഉരിഞ്ഞു പരിശോധന നടത്തിയ സംഭവത്തിൽ CBSE ഖേദം പ്രകടിപ്പിച്ചു. ദേഹപരിശോധന നടത്തിയ അധ്യാപികമാരുടെ അമിത ആവേശമാണ് കാരണമെന്ന് വിശദീകരിച്ച CBSE സ്കൂളിലെ പ്രിൻസിപ്പാൾ നിരുപാധികം മാപ്പു പറയണമെന്നും നിർദ്ദേശിച്ചു. സുപ്രീംകോടതിയുടെ നിർദ്ദേശമനുസരിച്ചാണ് വസ്ത്രധാരണ മാനദണ്ഡങ്ങൾ തയ്യാറാക്കിയതെന്നും വിദ്യാർത്ഥികൾക്ക് നേരത്തെ അറിയിപ്പ് നൽകിയിരുന്നുവെന്നും CBSE വിശദീകരിച്ചു. നീറ്റ് പരീക്ഷയ്ക്കെത്തിയ വിദ്യാർത്ഥിനികളുടെ അടിവസ്ത്രമുരിഞ്ഞ് പരിശോധന നടത്തിയതിനെതിരെ വ്യാപകമായ പ്രതിഷേധമുയരുന്ന സാഹചര്യത്തിലാണ് പരീക്ഷാ നടത്തിപ്പുകാരായ CBSE വിശദീകരണക്കുറിപ്പ് പുറത്തിറക്കിയത്. മാധ്യമ വാർത്തകളിലൂടെയാണ് സംഭവം ശ്രദ്ധയിൽപ്പെട്ടതെന്ന് സൂചിപ്പിച്ച CBSE സംഭവത്തെക്കുറിച്ച് സ്കൂൾ അധികൃതരോ അധ്യാപകരോ രക്ഷിതാക്കളോ അറിയിച്ചിട്ടില്ലെന്നും ചൂണ്ടിക്കാട്ടി. സുപ്രീം കോടതി നിർദ്ദേശപ്രകാരമാണ് പരീക്ഷ എഴുതുന്നവരുടെ വസ്ത്രധാരണ മാനദണ്ഡങ്ങൾ തയ്യാറാക്കിയത്. 2015 അഖിലേന്ത്യാ മെഡിക്കൽ ഡെന്റൽ പ്രവേശന പരീക്ഷയിൽ ചെവിയിലും അടിവസ്ത്രത്തിലും ഇലക്ട്രോണിക് ചിപ്പ് ഒളിപ്പിച്ച് കോപ്പിയടി നടന്നുവെന്ന് പോലീസ് കണ്ടെത്തുകയും സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം ആ പരീക്ഷ റദ്ദ് ചെയ്ത് പുനഃപരീക്ഷ നടത്തുകയും ചെയ്തു.
സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം അന്ന് തയ്യാറാക്കിയ വസ്ത്രധാരണ മാനദണ്ഡങ്ങൾ തന്നെയാണ് 2015 പരീക്ഷയിലും 2016ലെയും 2017ലെയും നീറ്റ് പരീക്ഷയിൽ നിഷ്കർഷിച്ചത്. വസ്ത്രധാരണ മാനദണ്ഡങ്ങൾ അപേക്ഷകരെ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. എന്നിരുന്നാലും കണ്ണൂരിലെ കോവപ്പുറം ടിസ്ക് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലുണ്ടായ സംഭവം ദൗർഭാഗ്യകരമാണ്. ദേഹപരിശോധന നടത്തിയ അധ്യാപികമാരുടെ അമിതാവേശമാണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകാൻ കാരണം. സ്കൂൾ പ്രിൻസിപ്പൽ വിദ്യാർത്ഥികളോട് നിരുപാധികം മാപ്പ് പറയണമെന്നും CBSE നിർദ്ദേശിച്ചു. വിദ്യാർത്ഥിനികൾക്കുണ്ടായ ബുദ്ധിമുട്ടിലും വേദനയിലും ഖേദം പ്രകടിപ്പിക്കുന്നതായും CBSE വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതെ വിശ്വാസയോഗ്യമായി പരീക്ഷ നടത്താൻ ആവശ്യമായതെല്ലാം ചെയ്യുമെന്നും CBSE ഉറപ്പു നൽകി. പ്രതിഷേധം തണുപ്പിക്കാൻ ഖേദപ്രകടനം നടത്തുമ്പോഴും പരീക്ഷാ നടത്തിപ്പിൽ പോരായ്മ സംഭവിച്ചിട്ടില്ലെന്നതിന് അടിവരയിടുന്നതാണ് CBSEയുടെ വിശദീകരണം. ദില്ലിയിൽ നിന്നും M സന്തോഷ്. പീപ്പിൾ ഇംപാക്ട്. കണ്ണൂരിൽ നീറ്റ് പരീക്ഷയ്ക്കെത്തിയ വിദ്യാർത്ഥികളുടെ വസ്ത്രമഴിച്ചു പരിശോധന നടത്തിയ സംഭവത്തിൽ 4 അധ്യാപികമാർക്ക് സസ്പെൻഷൻ. നടപടി സ്കൂൾ മാനേജ്മെന്റിന്റേതാണ്. അന്വേഷണ വിധേയമായാണ് അധ്യാപികമാരെ സസ്പെൻഡ് ചെയ്തത്. നീറ്റ് പരീക്ഷയ്ക്കെത്തിയ വിദ്യാർത്ഥിനികളുടെ അടിവസ്ത്രമഴിച്ച് പരീക്ഷാ ഹാളിൽ പ്രവേശിപ്പിച്ച സംഭവത്തിൽ ടിസ്ക് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ 4 അധ്യാപികമാരെ മാനേജ്മെന്റ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. ഷീജ, ഷഹീന, ബിന്ദു, ഷാഹിന എന്നിവർക്കെതിരെയാണ് നടപടി സ്വീകരിച്ചത്. അടിവസ്ത്രമഴിപ്പിച്ച് വിദ്യാർത്ഥിനികളെ പരീക്ഷാ ഹാളിൽ പ്രവേശിപ്പിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ച് SFI CBSE പരീക്ഷാ കേന്ദ്രങ്ങളിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. പരീക്ഷാ ക്രമക്കേട് പരിശോധിക്കാൻ CCTV ക്യാമറ അടക്കമുള്ള മറ്റ് അത്യന്താധുനിക സംവിധാനങ്ങളുണ്ടായിട്ടും കോപ്പിയടി ഇല്ലാതാക്കാൻ പ്രാകൃതമായ രീതിയാണ് അധികൃതർ സ്വീകരിച്ചതെന്നും പരീക്ഷാ കേന്ദ്രങ്ങൾ നടന്ന സംഭവങ്ങളെ തെമ്മാടിത്തരം എന്നല്ലാതെ വിശേഷിപ്പിക്കാൻ സാധിക്കില്ലെന്നും SFI സംസ്ഥാന സെക്രട്ടറി M വിജിൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അതോടൊപ്പം തന്നെ വരും വർഷകാലങ്ങളിൽ ഇത്തരം വിദ്യാർത്ഥി പീഡനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന രീതിയിലുള്ള നിയമങ്ങൾ അതിൽ മാറ്റം വരുത്താനും വളരെ ഗൗരവത്തോടുകൂടി വിദ്യാർത്ഥികൾക്ക് സമാധാനപരമായി പരീക്ഷ എഴുതാനുള്ള അന്തരീക്ഷം ഒരുക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്വം കേന്ദ്ര ഗവൺമെന്റിനുണ്ട്. ഈ വിഷയത്തിൽ ശക്തമായ പ്രതിഷേധങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാനാണ് SFI നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. കേന്ദ്രമന്ത്രിക്കുൾപ്പെടെ കത്തയക്കുന്ന രീതിയിൽ തുടർന്ന് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകാനാണ് SFI തീരുമാനിച്ചത്. വിദ്യാർത്ഥിനികളെ അപമാനിച്ച സംഭവത്തിൽ വൻ പ്രതിഷേധമാണ് സമൂഹത്തിൽ നിന്നും ഉയരുന്നത്. PV ജോഷില, ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. പീപ്പിൾ ഇംപാക്ട്. നീറ്റ് പരീക്ഷയ്ക്കെത്തിയ വിദ്യാർത്ഥികളുടെ വസ്ത്രമഴിച്ച് പരിശോധന നടത്തിയതിനെതിരെ നിയമസഭയുടെയും പ്രതിഷേധം. നിയമവശങ്ങൾ പരിശോധിച്ച് കേസെടുക്കാൻ നിർദ്ദേശം നൽകിയതായി മുഖ്യമന്ത്രി. വസ്ത്രാക്ഷേപം നടത്തിയവർ ദുശാസനന്മാരാണെന്ന് സ്പീക്കർ P. ശ്രീരാമകൃഷ്ണൻ. CBSE പ്രതിഷേധം അറിയിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും വ്യക്തമാക്കി. തീർത്തും മനുഷ്യാവകാശ ലംഘനവും മനുഷ്യ മനസാക്ഷിയെ തന്നെ ഞെട്ടിച്ച നീറ്റ് സംഭവത്തിൽ കേരള നിയമസഭ ഒന്നടങ്കമാണ് പ്രതിഷേധം രേഖപ്പെടുത്തിയത്. അപരിഷ്കൃതവും ക്രൂരവുമായ നടപടിയിൽ നിയമപരമായ പരിശോധന നടത്തി കേസെടുക്കാൻ നിർദ്ദേശിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. അപ്പോൾ അതിനെക്കുറിച്ച് നിയമപരമായി പരിശോധിക്കണമെന്നും ആവശ്യമായ പരിശോധന നടത്തി കേസെടുക്കണമെന്നും ഇന്നലെ തന്നെ പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ അന്വേഷണത്തിൽ വെളിവാകുന്ന വസ്തുതയനുസരിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുന്നതാണ്. CBSEയുടെ യുക്തിരഹിതമായ ഡ്രസ് കോഡാണ് സംഭവത്തിന് കാരണം. ഇതിൽ CBSEക്കെതിരായുള്ള പ്രതിഷേധം കേന്ദ്ര സർക്കാരിനെ അറിയിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. തീർത്തും അപരിഷ്കൃതമായ നടപടി വിദ്യാർത്ഥികളുടെ മാനസിക സംഘർഷം വർദ്ധിപ്പിച്ചതായി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തി. ഇതൊക്കെ മനുഷ്യാവകാശ ലംഘനവും ക്രിമിനൽ കുറ്റവുമാണ്. ഇത് ആരാണ് സാർ അവർ CBSEക്ക് അധികാരം കൊടുത്തത്? ഇതെന്ത് നടപടിയാണ് സാർ? ബഹുമാനനായ മുഖ്യമന്ത്രി CBSEക്കും CBSEക്ക് അതോടൊപ്പം തന്നെ കേന്ദ്ര ഗവൺമെന്റിനും കേരളത്തിന്റെ പ്രതിഷേധം അറിയിക്കണം. സ്പീക്കർ P. ശ്രീരാമകൃഷ്ണനും വിഷയത്തിലുള്ള പ്രതിഷേധം അറിയിച്ചു. സഹോദരിമാരുടെ വസ്ത്രാക്ഷേപം നടത്തിയ ദുശാസനന്മാരുടെ മനോഭാവമാണ്. അംഗങ്ങളായ G. സുരേഷ് കുറുപ്പ്, M. രാജഗോപാലൻ, PC ജോർജ് എന്നിവരും ശക്തമായ പ്രതിഷേധമാണ് സഭയിൽ രേഖപ്പെടുത്തിയത്. കോടതിയലക്ഷ്യ കേസിൽ കൊൽക്കത്ത ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് CS കർണന് സുപ്രീം കോടതി 6 മാസത്തെ തടവ് ശിക്ഷ വിധിച്ചു. ജസ്റ്റിസ് കർണനെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നും കോടതി ഉത്തരവിട്ടു. നീതിന്യായ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു സിറ്റിംഗ് ജഡ്ജി കോടതിയലക്ഷ്യ കേസിൽ ശിക്ഷിക്കപ്പെടുന്നത്. ചീഫ് ജസ്റ്റിസ് JS കെഹാർ അധ്യക്ഷനായ 7-അംഗ ബെഞ്ചാണ് ജസ്റ്റിസ് കർണനെ 6 മാസത്തെ തടവിന് ശിക്ഷിച്ചത്. സുപ്രീം കോടതി ജഡ്ജിയെ അറസ്റ്റ് ചെയ്യണമെന്ന ജസ്റ്റിസ് കർണന്റെ ഉത്തരവാണ് സുപ്രീം കോടതി കോടതിയലക്ഷ്യമായി പരിഗണിച്ചത്. ജസ്റ്റിസ് കർണന് മാനസികാസ്വാസ്ഥ്യം ഇല്ലെന്ന് ബോധ്യപ്പെട്ടതായി വ്യക്തമാക്കിയ കോടതി നിറത്തിന്റെ അടിസ്ഥാനത്തിലല്ല കോടതിയലക്ഷ്യം തീരുമാനിക്കുന്നതെന്നും പറഞ്ഞു. ജസ്റ്റിസ് കർണന്റെ പ്രസ്താവനകൾ നൽകുന്നതിൽ നിന്നും സുപ്രീം കോടതി മാധ്യമങ്ങളെ വിലക്കുകയും ചെയ്തു.
ചീഫ് ജസ്റ്റിസ് JS കെഹാർ ഉൾപ്പെടെ സുപ്രീം കോടതിയിലെ 8 ജഡ്ജിമാരെ 5 വർഷത്തെ തടവിന് ശിക്ഷിക്കുന്നതായി ജസ്റ്റിസ് കർണൻ ഇന്നലെ ഉത്തരവിട്ടിരുന്നു. മദ്രാസ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനും വിരമിച്ച ജഡ്ജിമാർക്കുമെതിരെ അഴിമതി ആരോപിച്ച് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, പ്രധാനമന്ത്രി, പ്രതിപക്ഷ നേതാവ് എന്നിവർക്ക് കത്തയച്ചതോടെയാണ് ജസ്റ്റിസ് കർണനെതിരെ കോടതിയലക്ഷ്യ നടപടി തുടങ്ങിയത്. സുപ്രീം കോടതിയിൽ ഹാജരായ കർണൻ താൻ ദളിതനായതുകൊണ്ടാണ് സുപ്രീം കോടതി ഇങ്ങനെ പെരുമാറുന്നതെന്ന് ആരോപിക്കുകയും ചെയ്തു. SC/ST ആക്ടിലെ വകുപ്പുകൾ പ്രകാരം സുപ്രീം കോടതി ജഡ്ജിമാർക്കെതിരെ ജസ്റ്റിസ് കർണൻ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെയുള്ളവർ തന്റെ വീട്ടിലെ കോടതിയിൽ ഹാജരാകണമെന്ന ഉത്തരവ് പാലിച്ചില്ലെന്ന് കാട്ടിയാണ് ജസ്റ്റിസ് കർണൻ ഇവർക്ക് 5 വർഷം തടവും 1 ലക്ഷം രൂപ പിഴയും ഇന്നലെ വിധിച്ചത്. ഇതിനു പിന്നാലെയാണ് ജസ്റ്റിസ് കർണന് സുപ്രീം കോടതി 6 മാസത്തെ തടവ് ശിക്ഷ വിധിച്ചത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിൽ എങ്ങനെ കൃത്രിമം കാട്ടാമെന്ന് നിയമസഭയിൽ തത്സമയം തെളിയിച്ച് ആം ആദ്മി പാർട്ടി. ആം ആദ്മി MLA സൗരഭ് ഭരദ്വാജാണ് വോട്ടിംഗ് യന്ത്രവുമായി ദില്ലി നിയമസഭയിലെത്തി അവതരണം നടത്തിയത്. അതേസമയം ഭരദ്വാജ് ഉപയോഗിച്ച വോട്ടിംഗ് യന്ത്രം തങ്ങളുടേതല്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതികരിച്ചു. ദില്ലി മുനിസിപ്പൽ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പ് ഉൾപ്പെടെ സമീപകാലത്ത് നടന്ന തിരഞ്ഞെടുപ്പുകളിൽ വോട്ടിംഗ് യന്ത്രത്തിൽ കൃത്രിമം കാട്ടിയാണ് BJP വിജയം നേടിയതെന്ന് ആം ആദ്മി പാർട്ടി നേരത്തെ ആരോപിച്ചിരുന്നു. ഈ ആരോപണം തെളിയിക്കാനുള്ള ശ്രമമാണ് ദില്ലി നിയമസഭയിൽ ഉണ്ടായത്. വോട്ടിംഗ് യന്ത്രവുമായി സഭയിലെത്തിയ AAP MLA സൗരവ് ഭരദ്വാജ് എങ്ങനെ കൃത്രിമം നടക്കുന്നതെന്ന് വിശദീകരിച്ചു. രാഷ്ട്രീയത്തിലെത്തുന്നതിന് മുൻപ് കമ്പ്യൂട്ടർ എഞ്ചിനീയറായി വിവിധ കമ്പനികളിൽ പ്രവർത്തിച്ച പരിചയമുണ്ടെന്ന മുഖവുരയോടെയാണ് MLA എങ്ങനെ കൃത്രിമം നടത്താമെന്ന കാര്യം അവതരിപ്പിച്ചത്. വോട്ടിംഗ് യന്ത്രത്തിൽ ഒരു രഹസ്യ കോഡ് നൽകിയാൽ മെഷീനിൽ പതിയുന്ന ഭൂരിപക്ഷം വോട്ടുകൾ ഒരു സ്ഥാനാർത്ഥിക്ക് കിട്ടുന്ന സംവിധാനം ഭരദ്വാജ് യന്ത്രം പ്രവർത്തിപ്പിച്ച് കാണിച്ചു. പരീക്ഷണ വോട്ടെടുപ്പിൽ AAPക്ക് 10, BSPക്ക് 2, BJPക്ക് 3, കോൺഗ്രസിന് 2, SPക്ക് 2 എന്നിങ്ങനെ യന്ത്രത്തിൽ വോട്ടുകൾ പതിച്ചു. ഫലം നോക്കിയപ്പോൾ BJPക്ക് 11 വോട്ടും മറ്റെല്ലാവർക്കും 2 വോട്ടുകൾ വീതവും. രഹസ്യ കോഡ് ഉപയോഗിച്ചപ്പോഴാണ് BJPക്ക് ലഭിച്ച 3 വോട്ട് ഫലം വന്നപ്പോൾ 11 ആയത്. ഇങ്ങനെയാണ് സമീപകാലത്ത് നടന്ന തിരഞ്ഞെടുപ്പുകളിൽ BJP വിജയിച്ചതെന്നും ആം ആദ്മി MLA ആരോപിച്ചു. ആരോപണം തെറ്റാണെന്ന് തെളിയിക്കാൻ ഏത് ശാസ്ത്രജ്ഞനെയും വെല്ലുവിളിക്കുന്നതായും സൗരവ് ഭരദ്വാജ് പറഞ്ഞു. ജനാധിപത്യത്തെ പരിഹസിക്കുകയാണ് ആം ആദ്മി പാർട്ടി ചെയ്തതെന്നും കെജ്രിവാളിനെതിരെ ഉയർന്ന ആരോപണത്തിൽ നിന്നും ശ്രദ്ധ തിരിക്കാനാണ് ശ്രമമെന്നും BJP കുറ്റപ്പെടുത്തി. സൗരവ് ഭരദ്വാജിന്റെ ആരോപണം തള്ളിയ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമസഭയിൽ എത്തിച്ച വോട്ടിംഗ് മെഷീൻ കമ്മീഷന്റേതല്ലെന്ന് വ്യക്തമാക്കി. വോട്ടിംഗ് യന്ത്രത്തിൽ കൃത്രിമം നടക്കുന്നുവെന്ന വ്യാപക പരാതി ഉയർന്ന സാഹചര്യത്തിൽ ബാലറ്റ് സംവിധാനം പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് 16 രാഷ്ട്രീയ പാർട്ടികൾ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിട്ടുണ്ട്. പൂനെയിലെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിരുന്ന നയന പൂജാരിയുടെ മരണത്തിൽ 3 പ്രതികൾക്കും വധശിക്ഷ. 7 വർഷം മുമ്പ് നടന്ന സംഭവത്തിൽ ശിവാജിനഗർ കോടതിയാണ് ശിക്ഷ വിധിച്ചത്. പ്രതികളായ യോഗേഷ് റൌത്ത്, മഹേഷ് ധാക്കൂർ, വിശ്വാസ് എന്നിവരെ ബലാത്സംഗം, കൊലപാതകം, തട്ടിക്കൊണ്ടുപോകൽ, ക്രിമിനൽ ഗൂഢാലോചന എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. 2009 ഒക്ടോബർ 7-നാണ് നയനയെ തട്ടിക്കൊണ്ടുപോകുന്നത്. 2 ദിവസത്തിന് ശേഷം പ്രദേശത്തെ വനമേഖലയിൽ നിന്ന് മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. തുടർന്നുള്ള അന്വേഷണത്തിൽ നയനയെ ബലാത്സംഗം ചെയ്തതായും പണം കവർന്നതായും കണ്ടെത്തി. കേസിന്റെ വിചാരണ നടക്കുന്ന സമയത്ത് പ്രധാന പ്രതി യോഗേഷ് രക്ഷപ്പെട്ടിരുന്നു. പിന്നീട് 1.5 വർഷത്തിന് ശേഷമാണ് ഇയാളെ പിടികൂടിയത്. ന്യൂസ് ഡെസ്ക്, പീപ്പിൾ ടി. ബൈക്ക് വാങ്ങാൻ പണം നൽകാത്തതിന് മകൻ അച്ഛന്റെ കൈയും കാലും തല്ലിയൊടിച്ചു. നേര്യമംഗലം മണിയൻപാറ സ്വദേശി ജോളിയെ ഗുരുതര പരിക്കുകളോടെ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മകൻ 19 വയസ്സുകാരൻ അഭിജിത്തിനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. യുവാവ് മയക്കുമരുന്നിന് അടിമയാണെന്ന് പോലീസ് പറഞ്ഞു. ജലദൌർലഭ്യം രൂക്ഷമായ കോട്ടയം ജില്ലയിലെ 90% കുടിവെള്ള സ്രോതസ്സുകളും മലിനമെന്ന പഠന റിപ്പോർട്ട്. കോളിഫോം ബാക്ടീരിയയുടെ അളവ് അപകടകരമാം വിധത്തിൽ കുടിവെള്ളത്തിലുണ്ടെന്നും ട്രോപ്പിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇക്കോളജിക്കൽ സയൻസസ് നടത്തിയ പഠനത്തിൽ വ്യക്തമാക്കുന്നു. കടുത്ത ജലക്ഷാമം നേരിടുന്ന കോട്ടയം ജില്ലയിലെ 11 ബ്ലോക്കുകളിലെ 583 ഇടങ്ങളിൽ ശേഖരിച്ച സാമ്പിളുകളാണ് പരിശോധനയ്ക്ക് വിധേയമാക്കിയത്. ഇതിൽ 529 സാമ്പിളുകളിൽ കോളിഫോം ബാക്ടീരിയയുടെ അളവ് കണ്ടെത്തിയിട്ടുണ്ട്. 1 മില്ലി ലിറ്ററിൽ 10 ലക്ഷത്തിലേറെ ബാക്ടീരിയകളുടെ സാന്നിധ്യമാണ് പകുതിയിലേറെ സാമ്പിളുകളിൽ ഉള്ളതെന്ന് പഠനത്തിന് നേതൃത്വം നൽകിയ ഡോക്ടർ പുന്നൻ കുര്യൻ വേങ്കടത്ത് പറയുന്നു. ഇപ്പോൾ കുടിവെള്ള വിതരണക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ ജലദൗർലഭ്യം രൂക്ഷമായതോടുകൂടി അത് അനധികൃത കേന്ദ്രങ്ങളിൽ നിന്ന് വരെ വെള്ളമെടുക്കുകയും ആവശ്യക്കാർ അത് വാങ്ങാനിടയാകുകയും ചെയ്യുന്നൊരു സാഹചര്യമുണ്ട്. തീർച്ചയായിട്ടും ഇത്തരം ജലവിതരണ സംവിധാനങ്ങളെക്കുറിച്ച് പരിശോധനകൾ നടത്തുകയും അടിയന്തര നടപടികൾ സ്വീകരിച്ചില്ല എങ്കിൽ ഒരു ജനത കടുത്ത രോഗവ്യാധികളിലേക്ക് നീങ്ങുവാനിടയുണ്ട്. സ്വകാര്യ വ്യക്തികളുടെ കിണറുകളാണ് പഠനത്തിന് വിധേയമാക്കിയത്. കാഞ്ഞിരപ്പള്ളി ബ്ലോക്കിലാണ് ഏറ്റവും അധികം മലിനമായ കുടിവെള്ള സ്രോതസ്സുള്ളത്. കുറവ് ലാലം ബ്ലോക്കിലാണ്.
കോളിഫോം ബാക്ടീരിയയുള്ള ജലം കുടിക്കുന്നതിലൂടെ പ്രതിരോധശേഷി കുറയും. ജലജന്യ രോഗങ്ങൾ പടരുന്നതിനും ഇത് കാരണമാകും. ജലസാന്ദ്രത കൂടിയതോടെ സെപ്റ്റിക് ടാങ്കുകളും കുഴൽക്കിണറുകളും വർദ്ധിച്ചതും കഠിനമായ ചൂടിൽ ജലം വറ്റുകയും ചെയ്തതോടെയാണ് അവശേഷിക്കുന്ന കുടിവെള്ള സ്രോതസ്സുകൾ മലിനമായതെന്നും പഠനത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. TP പ്രശാന്ത്, ന്യൂസ് ബ്യൂറോ, കോട്ടയം. കാരായി രാജനെയും ചന്ദ്രശേഖരനെയും സ്വതന്ത്രരാക്കുക എന്ന ആവശ്യമുന്നയിച്ച് ഡിവൈഎഫ്ഐ സംഘടിപ്പിക്കുന്ന നീതിയാത്രയ്ക്ക് കണ്ണൂരിൽ തുടക്കമായി. നീതിയാത്ര 11-ന് എറണാകുളത്ത് സമാപിക്കും. CPIM നേതാക്കൾ കാരായി രാജനും കാരായി ചന്ദ്രശേഖരനും നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ സംഘടിപ്പിക്കുന്ന നീതിയാത്രയ്ക്ക് കണ്ണൂരിൽ തുടക്കമായി. തിരുവിതാംകൂറിൽ നിന്ന് നാടുകടത്തപ്പെട്ട സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ കണ്ണൂരിലെ സ്മൃതി മണ്ഡപത്തിൽ നിന്ന് CPIM ജില്ലാ സെക്രട്ടറി P. ജയരാജൻ നീതിയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. നേരറിയുന്ന കാര്യത്തിൽ തങ്ങളാണ് മുൻപന്തിയിൽ, ഏറ്റവും വലിയ അന്വേഷണ ഏജൻസിയായി മുന്നിൽ നിൽക്കുന്നത് എന്ന് മേനി നടിക്കുന്ന CBI എന്തുകൊണ്ടാണ് ഫസൽ കേസിൽ പുനരന്വേഷണത്തിന് തയ്യാറാവാത്തത്? കൃത്യമായ തെളിവുകൾ തന്നെ CBIയുടെ മുന്നിൽ റിപ്പോർട്ടായി വന്നതിന് ശേഷവും ഫസൽ കേസിൽ നിരപരാധികളെ വിട്ടയക്കാനും യഥാർത്ഥ കുറ്റവാളികളെ പിടികൂടാനും എന്തുകൊണ്ട് CBI തയ്യാറാവുന്നില്ല? നാടുകടത്താനുള്ള അവകാശം ആർക്കുമില്ലെന്നും ഭരണഘടന അനുശാസിക്കും വിധം അന്തസ്സോടെ ജീവിക്കാനുള്ള കാരായി രാജന്റെയും കാരായി ചന്ദ്രശേഖരന്റെയും അവകാശം തടയാൻ കോടതികൾക്ക് ആരാണ് അധികാരം നൽകിയതെന്നും 5 വർഷത്തിലേറെയായി അന്വേഷണം എവിടെയും എത്തിക്കാതെ CBI നിഷേധിക്കുന്നത് നിരപരാധികളുടെ ജീവിതമാണെന്നും ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ കണ്ണൂരിൽ പറഞ്ഞു. നാടുകടത്തൽ എന്ന ഒരു കാര്യത്തെക്കുറിച്ച് നമ്മളിപ്പോൾ സംസാരിക്കാത്തത് അങ്ങനെ ഒരു ശിക്ഷ നമ്മുടെ ശിക്ഷാ നിയമത്തിൽ ഇല്ലാത്തത് കൊണ്ടാണ്. ക്രൂരമായ, മനുഷ്യത്വരഹിതമായ, മാനവികതയ്ക്ക് നിരക്കാത്ത ശിക്ഷാമുറകൾ എന്ന നിലയിൽ, നമ്മുടെ ഭരണഘടന അനുവദിക്കാത്ത ശിക്ഷ എന്ന നിലയിൽ അതൊക്കെ നമ്മൾ എടുത്തു കളഞ്ഞു. അതുകൊണ്ട് ഇവിടെ രാജന്റെയും ചന്ദ്രശേഖരന്റെയും കാര്യത്തിൽ കേരള ഹൈക്കോടതി ഗുരുതരമായ തെറ്റ് ആണ് ചെയ്തിരിക്കുന്നത്. ആ തെറ്റ് തിരുത്താൻ അവർ തയ്യാറാകുന്നില്ല. നീതിയാത്രയുടെ ഭാഗമായി കണ്ണൂരിൽ ഒരുക്കിയ മനുഷ്യാവകാശ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 50 ബൈക്കുകളിലായി തെരഞ്ഞെടുക്കപ്പെട്ട വളണ്ടിയർമാർ കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ ജില്ലകളിൽ പര്യടനം നടത്തിയതിനു ശേഷം 11-ന് എറണാകുളത്ത് എത്തിച്ചേരും. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.